പ്രസാദിന്റെ ആഗ്രഹം ഇക്കുറി നടക്കുന്ന ലക്ഷണമാണോ? എന്ത് തോന്നുന്നു? ഇത്തവണ UBC അടിക്കുമെന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും തന്നെ പറയുന്നത്. അതായത് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരങ്ങൾ കഴിഞ്ഞ് ഇനി വെപ്പ് ചുണ്ടങ്ങളുടെ കഴിയുന്നു. അടുത്തതാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ. ആ മത്സരങ്ങൾ തുടങ്ങുമ്പോഴാണ് ഇവിടെ ആവേശങ്ങൾ അലതല്ലുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ആളുകളോട് ചേട്ടാ ഏത് ടീം ബോട്ട് ജയിക്കും? ആദ്യമായിട്ട് വരണോ? എന്തെങ്കിലും ആവേശം ഉണ്ടാവും. എന്ത് കേട്ടറിഞ്ഞായിരുന്നോ? ചേച്ചി ഏത് ബോട്ട് ജയിക്കും? PBC. ചേച്ചി വലിയ ദിവാൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ. ചേച്ചിക്കോ? PBC പള്ളാത്തുരുത്തി. ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്, എനിക്ക് കാര്യമായിട്ട് അറിയില്ല. എന്നാലും ഒരു ടീം കാരിച്ചാൽ. അങ്ങനെ പല ടീമുകൾ പല ബോട്ടുകളുടെ ഇതുവരെ പറഞ്ഞ ടീമുകൾ ഏതൊക്കെയാണ്? നമ്മുടെ പ്രേക്ഷകർക്ക് കമന്റ് ചെയ്യാം. പ്രേക്ഷകരെയും നമ്മൾ ഈ വള്ളംകളി കളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് അല്ലെ, നമ്മൾ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുന്നത് പോലെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കായി ഇപ്പോൾ ദിലീപ് ദേവസ്യ സംസാരിച്ച ഓരോരുത്തരും ഓരോ ചുണ്ടൻ അങ്ങ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ ആദ്യത്തേത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാലും പള്ളാത്തുരുത്തിയും ചേരുന്ന ഡെഡ്ലി കോമ്പിനേഷൻ ആണോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടം? അതോ ഉണ്ണിസാറിന്റെ UBC കൈനകരി ഇത്തവണ തലവടി ചുണ്ടൻ തുഴയാനാണ് എത്തുന്നത്. അപ്പോൾ തലവടി ചുണ്ടൻ UBC കൈനകരിയാണോ അതോ VBC കൈനകരി? വിയാപുരം ചുണ്ടനാണ് കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി പോയി തുഴഞ്ഞ് കപ്പ് നേടിക്കൊടുത്തത്. അപ്പോ വിയാപുരം ഇത്തവണ കയ്യിലിരിക്കുന്നത് VBC കൈനകരിയുടെ കയ്യിലാണ്. അപ്പോൾ VBC കൈനകരിയും വിയാപുരവും തമ്മിലുള്ളതും ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. നല്ല കോമ്പിനേഷൻ ആണ്. ഇപ്പൊ എന്തായാലും ഈ വർഷത്തെ വള്ളങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന, ഈ ആലപ്പുഴയിലെ വള്ളംകളി പ്രേമികൾ ഉറ്റുനോക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഒരു റെക്കോർഡ് ഇടുമോ എന്നുള്ളതാണ്. കാരണം നേരത്തെ 5 തവണ ഒരു ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫി ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്രാവശ്യം കാരിച്ചാൽ തിരഞ്ഞെടുത്തത് എന്ന കാര്യത്തിലും സംശയം വേണ്ട. പക്ഷേ വിയാപുരം ചുണ്ടൻ ഒട്ടും തന്നെ മോശമല്ല. വിയാപുരം ചുണ്ടനാണ് കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞത്, നെഹ്റു ട്രോഫി എടുത്തത്. അതുകൊണ്ട് വാശിയേറിയ മത്സരമായിരിക്കും പുന്നമടയുടെ ഓളപ്പരപ്പിൽ ഏതാനും നിമിഷങ്ങൾക്കിടയിൽ സംഭവിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. VBC കൈനകരി വിയാപുരത്തിൽ കയറി കപ്പടിക്കാമെന്ന് നോക്കുമ്പോൾ മറ്റു 2 പേരുകളുണ്ട്. നെഹ്റു, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ചാടിക്കേറിയ നടുഭാഗമുണ്ട്. നടുഭാഗം തുഴയാനായിട്ട് എത്തുന്ന കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. കഴിഞ്ഞ തവണ കുമരകത്തിന് കുറച്ചൊന്ന് ഉഷാർ കുറഞ്ഞു പോയി. ഇത്തവണ ഉഷാർ കൂട്ടിയാണ് വരുന്നത്. കുമരകം എന്ന് പറയുമ്പോൾ ഏകദേശം ആലപ്പുഴയും കോട്ടയം ഒക്കെ മിക്സ് ചെയ്ത് തന്നെയാണ്. അല്ല, നിശ്ചയമായിട്ടും. ഇപ്പൊ നോക്കൂ, കാരണം വെച്ചാൽ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം എന്ന് പറയുന്നുള്ളൂ തീപാറുന്ന മത്സരമാണ്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല ആരാണ് ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ഫോട്ടോ ഫിനിഷ് ആയിരിക്കും എപ്പോഴും. മില്ലിമീറ്റർ സെന്റിമീറ്റർ പരമാവധി 1 ഇഞ്ചിന്റെ വ്യത്യാസത്തിലൊക്കെ